ആദാമിൻ്റെ വാരിയെല്ലുകളിൽ നിന്ന് ഒരു അസ്ഥി എടുത്ത് ഒരു സ്ത്രീയെ സൃഷ്ടിച്ച് അത് ആദാമിന് ഭാര്യയായി കൊടുത്തു. അത് കണ്ടിട്ട് തുടർന്ന് നമ്മളിങ്ങനെയാണോ കാണുന്നത്? അതുകൊണ്ട് പുരുഷൻ അപ്പനും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഒരു ദേഹമായി തീരും. അല്ല, ഈ ആദാമും ഹവ്വയും ഒരു ദേഹമായി തീർന്നതിന് ശേഷം ആദാമിന് വേറെ ഒരു സ്ത്രീയെ ഭാര്യയായിട്ട് കൊടുക്കുകയാണോ ചെയ്തത്? അങ്ങനെയാണോ ബൈബിളിൽ കാണുന്നത്? അല്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങൾ വരുമ്പോൾ, നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അതായത് അപ്പോസ്തലനായ പൗലോസ് അവിടെ എഫെസ്യരിലുള്ള വിശ്വാസികളെ നോക്കിയിട്ട് പറയുക, പുതിയ നിയമ വിശ്വാസികളെ നോക്കിയിട്ട് പറയുക, നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. എന്നിട്ട് പറയുന്നു, അതുകൊണ്ട് ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഏത് ഭാര്യയോട്? സഭയാകുന്ന ഭാര്യയോട് പറ്റിച്ചേരും. അത് പറയാൻ കാരണം ഇത് വലിയൊരു മർമ്മമാണ്. താൻ പറഞ്ഞിട്ട് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ച് അത്രേ പറഞ്ഞത്. ക്രിസ്തുവിനെയും ഏത് സഭയെ? പഴയ നിയമസഭയല്ല. ഈ ലേഖനം ആർക്കെഴുതുന്നുവോ ആ വിശ്വാസികൾ പഴയ നിയമവിശ്വാസികളല്ല, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമവിശ്വാസികൾ. അവരോട് പറയുക, നമ്മൾ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമല്ലയോ? അതുകൊണ്ട് ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. എന്നിട്ട് ഈ ശരീരമാകുന്ന സഭ തലയാകുന്ന ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നിട്ട് ഭാര്യയെ വേറെ ഒരെണ്ണം കൊടുക്കുന്നു. എന്തൊരു പഠിപ്പിക്കൽ! എന്തൊരു പഠിപ്പിക്കൽ! നമുക്ക് കൂടുതൽ കേൾക്കാം. വേറിട്ട ചിന്തയുടെ 77-ാമത്തെ ഈ എപ്പിസോഡിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയും ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്ന സഭയും രണ്ടാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ഉപദേശത്തെ വചനത്തിൽ ഉൾക്കൊള്ളാൻ ആവാത്തതുകൊണ്ട് ഞാൻ വചനത്തിൻ്റെ തെളിവുകളോടുകൂടി ആ പഠിപ്പിക്കൽ ദുരുപദേശമാണെന്ന് സമർത്ഥിച്ചപ്പോൾ എൻ്റെ വീഡിയോ പൂർണ്ണമായി കാണാതെ ആരൊക്കെയോ കമൻ്റ് ഇടുകയോ 2-3 പേർ എന്നെ വിളിക്കുകയുണ്ടായി. അതിലൊരു സഹോദരൻ വിളിച്ചു, അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം മൗനമായി. അതെന്താണെന്ന് ഞാൻ ഇതിനകത്ത് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ആ വിളിച്ച 3 പേരും പറഞ്ഞ ആശയങ്ങളും ചോദ്യങ്ങളും ഇതിനകത്ത് വിവരിക്കുന്നുണ്ട്. ദയവായി ഞാൻ പറയുന്നു, എൻ്റെ വീഡിയോ പൂർണ്ണമായി കേൾക്കാത്തവരാരും കമൻറ്റ് ചെയ്യരുത്. അല്ല, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമ്മളത് മൈൻഡ് ചെയ്യില്ലെന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പക്ഷേ പൂർണ്ണമായി കേൾക്കുന്നവരുടെ തെറ്റിദ്ധാരണകൾ അഴിഞ്ഞ് മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് ഇപ്പോൾ ഞാൻ ആദ്യം വിട്ടു തന്നിരിക്കുന്ന ചോദ്യം. സഭയാകുന്ന ശരീരം, തലയാകുന്ന ക്രിസ്തു, ഇവ ഒന്നായി ചേരും, ഒരു ദേഹമായി മാറും. അപ്പോൾ പറയുക, അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഒരു ദേഹമായി തീരും. ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ വായിച്ചല്ലോ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇത് ആദാമിനോടുള്ള ബന്ധത്തിൽ പറയുന്നതാണ്. ആദാമിന് ഹവ്വയെ ഭാര്യയായി കൊടുത്തപ്പോൾ അവർ ഒരു ദേഹമായി തീർന്നു. എന്നിട്ട് ഭാര്യയായി വേറൊരാളെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കണമെങ്കിൽ കൊടുത്തോ, വിശുദ്ധ ബൈബിളിൽ അത് പറയുന്നില്ല. ബൈബിളിൽ പറയുന്നത് ആരൊക്കെയാണ് ഒരു ദേഹമായി തീർന്നത് അവർ തമ്മിലാണ് ഭാര്യയും ഭർത്താവും. ഇവിടെ എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ വളരെ സ്പഷ്ടമായി പറയുന്നു, ക്രിസ്തു തലയും പുതിയ നിയമസഭ ശരീരവുമാണ്, അവർ ഒന്നായി ചേരും, അവരൊരു ദേഹമത്രയെന്ന് അപ്പോസ്തലനായ പൗലോസാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വേറെ ഏതോ മിനിസ്ട്രിയുടെ ആളുകളൊന്നുമല്ല. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഒരു ദേഹമായി തീരും. പക്ഷേ മണവാട്ടിയായിട്ട് ക്രിസ്തുവിന് ഇസ്രായേൽ ജനത്തെയും കൊടുക്കും. എന്തൊരു കഷ്ടം പഠിപ്പീര്! ഇതെന്തോന്ന്? എങ്ങനെ ബൈബിൾ വായിക്കുന്നത്? ബൈബിൾ വായിച്ചിട്ട് എന്താണ് വിലയിരുത്തുന്നത്? എങ്ങനെയാണ് പഠിക്കുന്നത്? അല്ല, ആദാമും ഹവ്വയും ഒരു ദേഹമായി തീർന്നതിന് ശേഷം ആദാമിന് ഭാര്യയായിട്ട് വേറൊരു സ്ത്രീയെ കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ഈ ചോദ്യം ചോദിക്കത്തില്ലായിരുന്നേ. ഇപ്പം ചോദിക്കാൻ കാരണം, ആര് ഒക്കെയാണോ ഒരു ദേഹമായി തീർന്നത് അവനാണ് ഭാര്യയും ഭർത്താവും. അങ്ങനെയെങ്കിൽ ഇവിടെ ശരീരമാകുന്ന പുതിയ നിയമസഭയും തലയാകുന്ന ക്രിസ്തുവും ഒരു ദേഹമായി തീർന്നിട്ട് പഴയ നിയമവിശ്വാസിയെ ഭാര്യയായി കൊടുത്തു എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനൊരു ചിന്ത വരാനുള്ള കാരണം, പഴയ നിയമത്തിൽ ഉടനീളമായി ഇസ്രായേലിന് യഹോവയുടെ ഭാര്യയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോൾ ഇവിടെ എന്താ? യഹോവയുടെ ഭാര്യയായി
ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ? അപ്പോൾ നിങ്ങളുടെ ധാരണ യഹോവയും യേശു ഒന്ന് തന്നെയാണെന്നല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, യേശുനാമക്കാരിത് ചോദിച്ചാൽ നിങ്ങൾക്ക് ചങ്കൂറ്റത്തോട് പറയാൻ പറ്റുമോ? അതില്ല. യേശുനാമക്കാരൻ പറയുമ്പോൾ പറയും അതില്ല, അത് പറ്റത്തില്ല. എന്തൊക്കെ പഠിപ്പീര്? നമ്മളുടെ പഠിപ്പീരിൽ നമുക്ക് ചുവടുറച്ച് നിൽക്കണം. യഹോവ തന്നെയാണ് യേശു എങ്കിൽ ഒരു 3 ചോദ്യങ്ങൾ, അതിന് മറുപടി പറഞ്ഞു തരുമെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുക. കർത്താവ് പറയുന്ന, രാജ്യം പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പിതാവിന് പുത്രൻ കീഴടങ്ങിയിരിക്കും. ഞാൻ ഇന്നലെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ വേറിട്ട ചിന്തയുടെ 76ാമത്തെ എപ്പിസോഡിൽ വന്നസ്സുകാരനായിരിക്കുന്ന ഒരു പ്രിയ ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ പേര് ഗി വർഗീസ് എന്നാണ്. അദ്ദേഹം എനിക്കെതിരെ എൻ്റെ പഠിപ്പിക്കൽ തെറ്റാണെന്ന് സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ എടുത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസ്താവനകളും മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് അത് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. അത് 76ാമത്തെ എപ്പിസോഡിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ അത് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന അത് കാണുക. ഞാൻ 3 ചോദ്യം മാത്രമേ ഇവിടെ നിർത്തുന്നുള്ളൂ. അപ്പോൾ രാജ്യം പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പുത്രൻ കീഴടങ്ങിയിരിക്കുമെങ്കിൽ പിതാവും പുത്രനും ഒന്ന് തന്നെയാണോ? എങ്ങനെ ഒരാൾ അയാൾക്ക് തന്നെ കീഴടങ്ങിയിരിക്കും? 2, മത്തായി സുവിശേഷത്തിൽ പറയുമ്പോൾ പിതാവ് ആരെ ന്യായം വിധിക്കാതെ ന്യായവിധി പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അതെന്താണ് അങ്ങനെ സംഭവിച്ചത്? രണ്ടും ഒരാളാണെങ്കിൽ അതെങ്ങനെ അങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ന്യായവിധി നടത്താതെ എനിക്ക് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എങ്ങനെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല? 3, പിതാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ അതേ പിതാവ് തന്നെ പുത്രനെ വിളിക്കുകയാണ്, ദൈവമേ നിൻ്റെ സിംഹാസനം. പുത്രനോട് പറയുക 1:8 നിൻ്റെ സിംഹാസനം. ആ സിംഹാസനം ഏതാണെന്നും എപ്പോഴാണ് ഇരിക്കുന്നതും ഇത് രണ്ടാണെന്നും വളരെ വ്യക്തമായി വചനത്തിൻ്റെ തെളിവുകളോടുകൂടി ഞാൻ വേറിട്ട ചിന്ത 76ാമത്തെ എപ്പിസോഡ് സമർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിവരിക്കുന്നില്ല. യഹോവ തന്നെയാണ് യേശുവെങ്കിൽ ഈ 3 ചോദ്യത്തിന് മാത്രം നിങ്ങൾ മറുപടി കണ്ടെത്തുക. ചോദ്യങ്ങൾ ധാരാളം. പക്ഷേ യഹോവയല്ല യേശു എന്നുള്ള വളരെ വ്യക്തമായ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ യഹോവയുടെ ഭാര്യ എന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്രായേൽ എങ്ങനെ യേശുവിൻ്റെ ഭാര്യയാകും? ഇവിടെ തന്നെ വ്യക്തമായി കൂടുതൽ ചിന്തയിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. അതായത് ശരീരവും തലയും ഒരു ദേഹമായി തീരും. അപ്പോൾ തന്നെ വളരെ വ്യക്തമായി. എന്നിട്ട് വേറെ ഒരു ദേഹമായി തീരുമെങ്കിലും ഭാര്യയെ വേറെ കൊടുക്കുന്നെങ്കിൽ അങ്ങനെ തെളിവ് കണ്ടെത്താമെങ്കിൽ ഞാൻ ക്ഷമാപണം പറഞ്ഞ് ഞാൻ ഒഴിവാകാം. ഇല്ല എങ്കിൽ ഇതിൻ്റെ വിശദീകരണം കൂടുതലായിട്ട് ഇതേ കേട്ടുകൊള്ളുക. ഇവരുടെ ഒരു വാദഗതി, അബ്രാഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തത് ഈ ഭൂമിയാണ്, നിങ്ങൾ ഭൂമിയെ അവകാശമാക്കും. അടുത്തത് പുതിയ നിയമസഭയോട് പറയുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. ആ 2 വാക്യങ്ങളും അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. പക്ഷേ മറുഭാഗത്ത് വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തണം. ഇതിന് വളരെ എളുപ്പമായിട്ട് നമുക്ക് മറുപടി കണ്ടെത്താവുന്നുള്ളൂ. പൗരത്വമായിക്കോട്ടെ, പൗരത്വം സ്വർഗത്തിലായിക്കോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ അവർ പറയുന്നത് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4:16 കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടി കാഹളം മുഴങ്ങി കർത്താവ് വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കട്ടെ, അവർ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. എന്നാൽ അവർ മടങ്ങി ഭൂമിയിലേക്ക് വരുന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് അവരുടെ പൗരത്വം സ്വർഗത്തിൽ, അതായത് കർത്താവിൻ്റെ കാഹളം മുഴങ്ങുന്ന സമയത്ത് ഉയർത്തെഴുന്നേൽക്കുന്നവരുടെ പൗരത്വം സ്വർഗത്തിൽ, അവരിങ്ങോട്ട് ഇറങ്ങി വരുന്നതായിട്ട് കാണുന്നില്ല. എന്നാൽ ഭൂമി അവകാശമാക്കുന്ന ഇസ്രായേൽ ജനം ഭൂമിയിൽ തന്നെയുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, അതിനകത്ത് പല ചോദ്യങ്ങളുണ്ട്. 1, ഈ കാഹളം മുഴങ്ങുന്ന സമയത്ത് ക്രിസ്തുവിൽ മരിച്ച പുതിയ നിയമ വിശ്വാസികൾ മാത്രമാണോ ഉയർത്തെഴുന്നേൽക്കുന്നത്? അപ്പോൾ പഴയ നിയമ ഭക്തന്മാർ എപ്പോഴാണോ ഉയർത്തെഴുന്നേൽക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, അതവർ ഉയർത്തെഴുന്നേറ്റല്ലോ. എപ്പോഴും കർത്താവിൻ്റെ പ്രാണനെ വിട്ട സമയത്ത്. എൻ്റെ പൊന്നു സഹോദരൻ, അത് സ്പഷ്ടമായിട്ട് വായിക്കേ. അവിടെ വിശുദ്ധന്മാർ ചിലരൊക്കെ ഉയർത്തുന്നവർ, പലരും ഉയർത്തു, എല്ലാവരും ഉയർത്തുന്നല്ല പറയുന്നത്, പലരും ഉയർത്തു. എന്നിട്ട് അവരെങ്ങോട്ട് പോയി? ഭൂമിയിലുണ്ടോ അതോ സ്വർഗത്തിലേക്ക് പോയോ? എന്തിനാണ് സ്വർഗത്തിൽ പോകുന്നത്? പഴയ നിയമ ഭക്തന്മാർക്ക് അവകാശം ഭൂമിയല്ലേ, പിന്നെ എന്തിനാണ് അവർ സ്വർഗത്തിലേക്ക് പോയത്? ഇനി അഥവാ സ്വർഗത്തിലേക്ക് പോയാൽ അവർക്ക് അവകാശം ഭൂമിയിൽ, അവരെപ്പോഴും താഴോട്ട് ഇറങ്ങി വരുന്നതായിട്ട് വല്ലതും പറഞ്ഞിട്ടുള്ളൂ. എന്നോട് ചോദിച്ചല്ലോ, ഇവിടെ നിന്ന് സഭ അങ്ങോട്ട് പുതിയ നിയമസഭ മുകളിലേക്ക് എടുത്താൽ പിന്നെ താഴോട്ട് ഇറങ്ങി വരുന്നതായിട്ട് കാണുന്നില്ല. സമ്മതിച്ചു, കാണുന്നില്ല. പക്ഷെ ഇവിടെ പഴയ നിയമ
യേശു പ്രാണനെ വിടുന്ന സമയത്ത് പഴയ നിയമ ഭക്തന്മാർ ഉയർത്തിരുന്നിട്ട് അവരെവിടേക്ക് പോയി? ഇസ്രായേലിൽ ഇപ്പോഴും ഉണ്ടോ? യെരുശലേമിൽ ഇപ്പോഴും ഉണ്ടോ? സ്വർഗത്തിലേക്ക് പോയെങ്കിൽ അവരിനി എപ്പോഴും ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ എന്നോട് ചോദിച്ചാൽ അതേ ചോദ്യം ഞാൻ തിരിച്ചുകൊണ്ട് ചോദിക്കും, മറുപടി ഉണ്ടോ? പിന്നെ മറ്റൊന്ന് ചോദിക്കട്ടെ, ഈ സഭ മധ്യാകാശത്തിൽ എടുക്കപ്പെട്ടു, മധ്യാകാശത്തിൽ നിന്ന് മുകളിലേക്ക് സ്വർഗത്തിലേക്ക് പോകുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അപ്പോൾ പിന്നെ ആ ചോദ്യം എന്നോട് ചോദിച്ചെന്തിനാ? മുകളിലേക്ക് പോയത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതിനനുസരിച്ച് മധ്യാകാശത്തിൽ എടുക്കപ്പെട്ട സഭ താഴോട്ട് ഇറങ്ങി വരുന്നതായിട്ട് കാണുന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ ഞാൻ പറയുന്നു മുകളിലേക്ക് പോയതായിട്ടും കാണുന്നില്ല. അപ്പോൾ പിന്നെ ഈ പുതിയ നിയമസഭ മധ്യാകാശത്തിൽ നിൽക്കും, പഴയ നിയമ വിശുദ്ധന്മാരും യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ പറയുന്ന നീതിയുടെ രാജാവും ഭൂമിയിൽ കാണും. അതായത് ക്രിസ്തു. സഭ അനാദിയായിട്ട് മധ്യാകാശത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, ആകാശത്തിലുമല്ല ഭൂമിയിലുമല്ല എന്ന് പറയാറില്ല എന്ന അവസ്ഥയിൽ പെട്ടുപോകുമെന്ന് പഠിപ്പിക്കുന്നു. കഷ്ടമുണ്ട്. എന്നിട്ട് പറഞ്ഞാണോ വിവരക്കേട് പറയില്ലെന്ന് പറഞ്ഞാണോ കേട്ടോ. പറഞ്ഞാണ് ഇത്രയും ആഴമേറിയ മർമ്മങ്ങൾ ദൈവാത്മാവിൽ വെളിപ്പെടുമ്പോൾ വിവരക്കേട് പറയില്ലെന്ന് തന്നെ പറഞ്ഞോണം. അതാണ് വിവരമുള്ളവരുടെ ലക്ഷണം. എൻ്റെ പൊന്നു സഹോദര, വേറിട്ട ചിന്തകൾ പൂർണ്ണമായി കേൾക്കുന്നവരാരും അങ്ങനെ പറയത്തില്ല, വിവരക്കേടെന്ന് പറയത്തില്ല. എന്നൊക്കെ മനസ്സിലായി കാണുമല്ലോ. സഭ എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ പുതിയ നിയമഭക്തന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ അവരുടെ ഉയർത്തെഴുന്നേൽപ്പ് എപ്പോൾ? 1 കൊരിന്ത്യർ 15 പറയുമ്പോൾ ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അത് അവൻ്റെ വരവെങ്കിൽ. അത് കഴിഞ്ഞിട്ട് 1000 ആണ്ട് കഴിഞ്ഞിട്ട് സഭയിൽ വേറൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനോട് ആരോ പറഞ്ഞ് 7 പുനരുത്ഥാനമുണ്ടെന്ന്. ആ ദൈവദാസൻ ആ റെഫറൻസ് എല്ലാം എനിക്കിട്ട് തന്നു. ഞാനത് വായിച്ച് നോക്കിയപ്പോൾ മത്തങ്ങയും തേങ്ങയും പോലുള്ള ബന്ധമാണ് വാക്യങ്ങളും ഈ വിഷയം തമ്മിൽ. എന്തോ ഒരു ബന്ധവുമില്ല. മത്തങ്ങ മത്തനിൽ കായ്ക്കുന്നു, തേങ്ങ തെങ്ങയിൽ കായ്ക്കുന്നു. ഇതുപോലെയൊക്കെയാണ് ഒരു ഉപദേശം സ്ഥാപിക്കാനായിട്ട് റെഫറൻസ് കണ്ടെത്തുന്നത്. 7 പുനരുത്ഥാനം എവിടെ പറയുന്നു? പിന്നെ അന്ന് 2 സാക്ഷികൾ വരുന്നത് പുനരുത്ഥാനമാണെന്ന് പറയുന്നത്. എൻ്റെ പോലെ പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ കല്ലറയിൽ അടക്കപ്പെട്ടിട്ട് കല്ലറ വിട്ട് തിരികെ വരണം. ഇത് മടങ്ങി പോയ ജീവൻ തിരിച്ചു വന്നത് പുനരുത്ഥാനമായിട്ടല്ല, അവരതേ ശരീരത്തോടു കൂടി അവിടെ ഉയർത്തെഴുന്നേറ്റത്. പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ മൊത്തം മാറ്റം സംഭവിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് 1 തെസ്സലോനിക്കയിൽ പറയുമ്പോൾ അവിടെ ഉയർത്തെഴുന്നേൽക്കുന്നവരുടെ കൂട്ടത്തിൽ പഴയ നിയമ ഭക്തന്മാർ ഉണ്ടോ ഇല്ലയോ? ഉണ്ട് എന്നാണ് നിങ്ങളുടെ മറുപടി എങ്കിൽ അടുത്ത ചോദ്യം, അവരെവിടേക്ക് പോകും? അവർക്ക് ഭൂമിയല്ലേ, അവരെ എങ്ങോട്ട് കൊണ്ടുപോകും? ഇല്ല എന്നാണ് നിങ്ങളുടെ മറുപടി എങ്കിൽ അവർ എപ്പോഴും ഉയർത്തെഴുന്നേൽക്കും? മനസ്സിലായല്ലോ? വിവരം കെട്ടവനാ ചോദിക്കുന്നത്, വിവരമുള്ളവൻ മറുപടി പറയണം. അവർ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറയുന്നത് കാരണം അവർക്ക് പൗരത്വം അവിടെ ഇല്ല, അവർക്ക് ഭൂമി അവകാശം എന്നാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരബദ്ധം മനസ്സിലായി കാണുമല്ലോ. ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് രണ്ടും രണ്ടാണെന്ന് പഠിപ്പിക്കുന്നതിൻ്റെ ഒരബദ്ധം ഇപ്പം തിരിഞ്ഞ് മനസ്സിലായല്ലോ. അടുത്തതിലേക്ക് നമുക്ക് വിരൽച്ചുണ്ടാവും. അല്ല, ഈ മധ്യാകാശത്തിൽ എടുക്കപ്പെട്ട വിശുദ്ധന്മാർ ഭൂമിയിലേക്ക് വരുന്നതായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, വെളിപ്പാട് പുസ്തകത്തിലെ ഈ ക്രിസ്തുവിൻ്റെ മണവാട്ടി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പുതിയ യെരുശലേം ഇറങ്ങി വരുന്നൊരു നഗരമായി ഇറങ്ങി വരുന്നത് കാണുമല്ലോ. നഗരമെന്ന് പറഞ്ഞാൽ എന്താ? ജനവാസമില്ലാത്തൊരു സ്ഥലത്തെ നഗരമെന്ന് പറയുമോ? നഗരമെന്ന് പറയണമെങ്കിൽ അതിൽ ജനമുണ്ടായിരിക്കണം, എങ്കിലത് നഗരമാകത്തുള്ളൂ. അപ്പോൾ അവിടെ ആ ഇറങ്ങി വരുന്ന നഗരത്തിൽ ആരുണ്ടായിരിക്കണം? എടുക്കപ്പെട്ടവരുണ്ടായിരിക്കണം. സഭ എടുക്കപ്പെട്ടതിന് ശേഷമാണ് 1000 ആണ്ട് വാഴ്ച എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. നിങ്ങളീ പറഞ്ഞ പോലെ പഴയ നിയമഭക്തന്മാർ മുല്ലമേ കർത്താവിൻ്റെ മരണസമയത്ത് കല്ലറ വിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പഠിപ്പിക്കുന്നവർ അവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ 1000 ആണ്ട് വാഴ്ചയിൽ ഇവരുണ്ടായിരിക്കുമോ? ഉണ്ടെങ്കിൽ അവരെപ്പോഴാണ് ഇറങ്ങി വരുന്നത്? അങ്ങനത്തെ കാര്യം ബൈബിൾ കാണുന്നില്ലല്ലോ. അല്ല, ഈ പഴയ നിയമഭക്തർ കുറേ പേര് എഴുന്നേറ്റു, കുറേ പേര് ഉയർത്തെഴുന്നേറ്റില്ല എന്നാണെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിൽ കുറച്ച് പേര് കാണും, കുറച്ച് പേര് കാണില്ല എന്നുള്ള അർത്ഥമായില്ലേ? അപ്പോൾ അവിടെയും കൊണ്ട് നിങ്ങൾക്ക് ഒപ്പിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു ഉപദേശം, ഏതെങ്കിലും ഒരു വാക്യം കണ്ടിട്ട് പഴയ നിയമത്തിൽ യഹോവയുടെ ഭാര്യ എന്ന് ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് കണ്ടുകൊണ്ട് ഇവിടെ കൊണ്ട് കൂട്ടിക്കടിപ്പിക്കാൻ നോക്കിയാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ വരും. പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ ഭർത്താവ് യഹോവയാണെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിനകത്തൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ്? യെശയ്യാപ്രവചനം 54-ാം അധ്യായത്തിൽ വരുമ്പോൾ നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. എന്തോ സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ഇതെന്താണ് സൈന്യങ്ങളുടെ യഹോവ എന്ന് പറയാൻ കാരണം? ഞാൻ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ വിവരിച്ചിട്ടുണ്ട്. പക്ഷേ അത് കേൾക്കാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ്. സൈന്യങ്ങളുടെ യഹോവ എന്ന് പറഞ്ഞാൽ
ദൈവത്തെ ആദ്യം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 35 തവണ ദൈവം ദൈവം എന്ന് പറഞ്ഞിട്ട് 2-ാം അധ്യായത്തിൻ്റെ 4-ാം വചനത്തിലാണ് യഹോവ എന്ന് പറയുന്നത്. എന്നാൽ പിന്നീട് അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായി യഹോവ എന്ന് പറയുന്നു. പിന്നെ അത് എപ്പോഴാണ് സൈന്യങ്ങളുടെ യഹോവയായി മാറിയത്? അതായത് ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പോന്നു, പുറപ്പാട് ദിവസം 12-ാം അധ്യായത്തിൽ. അവിടെ നിന്ന് പോരാൻ തുടങ്ങിയ നിമിഷത്തിൽ അവിടെ നിന്ന് ഗുഡ് ബൈ പറഞ്ഞു. 114-ാം സങ്കീർത്തനം 1-ാം വചനത്തിൽ പറയുന്ന പോലെ അവിടെ നിന്ന് ഗുഡ് ബൈ പറഞ്ഞ് യാത്ര പറഞ്ഞ് പോന്നു കഴിഞ്ഞപ്പോൾ ഈ ജനം യഹോവയുടെ സൈന്യമായി മാറി, ഗണമായി മാറി. ഗണം എന്ന് പറഞ്ഞാൽ അവിടെ ഗോസ്റ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഹോവയുടെ സൈന്യമായി മാറി. അപ്പോൾ യഹോവ സൈന്യങ്ങളുടെ യഹോവയായി മാറി. മനസ്സിലാക്കുക, ആ സൈന്യമാണ് യഹോവയുടെ ഭാര്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണോ യേശു രക്തമൊഴുക്കിയത്? ആണോ? യേശു മരിച്ചത് അവർക്ക് വേണ്ടിയാണോ? രക്തമൊഴുക്കിയ അവർക്ക് വേണ്ടിയാണോ? യേശുവിൻ്റെ ജനനത്തിൽ തന്നെ 2 കാര്യം വളരെ ശ്രദ്ധേയമാണ്. നക്ഷത്രം അടയാളമായി കണ്ട വിദ്വാൻമാർ വന്നിട്ട് ചോദിച്ചത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? 2 കാര്യം ശ്രദ്ധിക്കുക. 1, യഹൂദന്മാരുടെ, വേറെ ആരുടെയല്ല. 2, രാജാവ്, രക്ഷകനല്ല. മനസ്സിലായല്ലോ? രാജാവായി പിറന്നവൻ. എന്നാൽ ദൂതൻ വന്ന് യോസേഫിനോട് പറയുമ്പോൾ പറയുന്നത് സകല ജനത്തിനുമുള്ള സന്തോഷം, യഹൂദന്മാർക്ക് മാത്രമല്ല സകല ജനത്തിനും. എന്നിട്ട് പറയാണ്, ഇന്ന് നിങ്ങൾക്ക് ദാവീദിൻ്റെ പട്ടണത്തിൽ രക്ഷകൻ ജനിച്ചിരിക്കുന്നു. രക്ഷകൻ, അവർക്ക് രാജാവ്, ഇവിടെ രക്ഷകൻ. ലൂക്കോസിൻ്റെ സുവിശേഷം പറയുമ്പോൾ കർത്താവായ ക്രിസ്തു എന്ന രക്ഷകൻ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. രക്ഷകൻ ജനിച്ചിരിക്കുന്നു, വളരെ വ്യക്തമാവണേ. അപ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയണമെങ്കിൽ യേശു മരിക്കുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് 2 പേരെ വീതം, ഇത് മത്തായി 10-ലും യോഹന്നാൻ ലൂക്കോസ് 9-ലുമാണ് പറയുന്നത്. 2 പേരെ വീതം വിളിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷമായിട്ട് പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശമരിയയിൽ എങ്ങും പോകരുത്. ഇസ്രായേലിൽ എൻ്റെ കാണാതെ പോയ എൻ്റെ ഗൃഹത്തിൻ്റെ ഇടയിൽ മാത്രം പോകുക. മനസ്സിലായല്ലോ? ജാതികളുടെ ഇടയിൽ പോകരുത്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 1:8 വരുമ്പോൾ, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയുടെ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുകയും. എന്നാൽ മത്തായി 27-28 വരുമ്പോൾ, 18-19 വരുമ്പോൾ, നിങ്ങൾ ഭൂലോകത്തിലെങ്ങും പോയി കർത്താവിൻ്റെ പ്രമാണത്തെ സുവിശേഷിച്ച സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. എന്താണ് മത്തായി 10-ലും ലൂക്കോസ് 9-ലും പറഞ്ഞപ്പോൾ, നിങ്ങൾ ഇസ്രായേലിലെ കാണാതെ പോയ ഗൃഹത്തിൻ്റെ ഇടയിൽ മാത്രമേ പോകാവുള്ളൂ, ജാതികളുടെ ഇടയിൽ പോകരുത്. ഇപ്പോഴാണ് യേശുവിന് ബോധം വന്നത്? അതോ ഇപ്പോഴാണ് യേശുവിന് മാനസാന്തരം വന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, പത്രോസിന് ആ തുപ്പട്ടിയുടെ ദർശനം ഉണ്ടാകുന്നത് വരെ ജാതികളെക്കുറിച്ച് യാതൊരു ധാരണയും അവർക്കില്ലായിരുന്നു. അറിയാമല്ലോ. എന്നാൽ അതിനുള്ള വഴിയാണ് ക്രൂശിൽ നിർവഹിച്ചത്. ഇസ്രായേലിനെ, സ്വന്തം ജനത്തെ അല്പം കാഠിന്യത്തിലേക്ക് വിട്ടിട്ട്, റോമർ 11 പറയുന്നു, അല്പം കാഠിന്യത്തിലേക്ക് വിട്ടിട്ട് ഒരു പ്രത്യേക യുഗം. ആർക്കു വേണ്ടി? പുതിയ നിയമസഭയ്ക്ക് വേണ്ടി. ഒരു ചെറിയ ഇസ്രായേലിൻ്റെ മുമ്പിൽ ഒരു ചെറിയ കണ്ണടക്കൽ. എന്തിനു വേണ്ടി? സഭയ്ക്ക് വേണ്ടി. ആദാം ഒന്ന് മയങ്ങി ഒരു ഗാഠനിദ്രയിലേക്ക് വീണിട്ട് എഴുന്നേറ്റപ്പോൾ ഒരു ഭാര്യയെ കിട്ടി. തൻ്റെ ഒരു വാരിയിൽ കൊടുത്തിട്ട് തനിക്ക് ഭാര്യയെ കിട്ടി. ഇതാണ് മർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ കുറേ പേർക്ക് വേറിട്ട ചിന്ത, വെറും വിവരക്കേടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനോട് പറയുകയാണ്. ഇവിടെ ഇതൊരു വലിയൊരു മർമ്മമാണെന്ന് എപ്പിസോഡിൽ ലേഖനത്തിൽ പറയുന്നില്ലേ? ആദാം ഗാഠനിദ്രയിൽ വീണ്, തൻ്റെ ഒരു അസ്ഥി കൊടുത്തിട്ട് ഗാഠനിദ്രയിലേക്ക് വീണിട്ട് എഴുന്നേറ്റപ്പോൾ തനിക്കൊരു ഭാര്യയെ കിട്ടി. യേശു ക്രൂശിൽ തൻ്റെ രക്തം ചൊരിഞ്ഞു, തൻ്റെ ജീവനെ കൊടുത്ത് 3 ദിവസം കല്ലറയിൽ കിടന്നിട്ട് എഴുന്നേറ്റപ്പോൾ തനിക്കൊരു മണവാട്ടിയെ കിട്ടി. ആദ്യം പഠിക്കുക സഹോദരങ്ങളെ, വചനം പഠിക്കുക. എന്നിട്ട് ഈ വിവരക്കേടിൻ്റെയൊക്കെ പുറകെ പോകണോ വേണ്ടി തീരുമാനിക്കുക. ഇതിനെ ഖണ്ഡിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിവരക്കേടെന്ന് പറയാതെ ഈ വീഡിയോ മുറിച്ചെടുത്തിട്ട്, സഹോദര ഡേവിഡെ, താങ്കൾ പറഞ്ഞിരിക്കുന്ന അബദ്ധമാണെന്ന് പറയാൻ ആരെങ്കിലും
ഗേറ്റ് മിനിസ്ട്രിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ല ആ ഉപദേശത്തോട് ചേരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുറേ പേരൊക്കെ ആരാണ്ട് മാർക്ക് ഇട്ടിട്ടുണ്ട്. ബന്ധുക്കോസുകാർക്ക് 5 മാർക്ക്, അവർക്ക് 50 മാർക്ക്, ഇവർക്ക് 45 മാർക്ക്. ഈ മാർക്കൊക്കെ ഇടാതെ ഇതൊന്ന് ഖണ്ഡിക്കാൻ നോക്ക്. മാർക്കൊക്കെ ഏത് പിള്ളേർക്കും ഇടാം. ഒരു ചോക്കും ഒരു സ്ലേറ്റും കൊടുത്ത പിള്ളേർ മാർക്കിടുന്നത് കണ്ടിട്ടില്ലേ? അതിനത്രയൊക്കെ വിവരം മതി. പക്ഷേ ഇത് ഞാനിങ്ങനെ പറയാൻ കാരണമുണ്ട്, നിങ്ങളുടെ കമൻറ്റ് നിമിത്തമാണ് ഞാൻ എൻ്റെ ശൈലി ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ ഈ മർമ്മം വരുന്നെന്ന് പറയാനുള്ള കാരണം അതാ. ആദാം തൻ്റെ ഒരു അസ്ഥി കൊടുത്തിട്ട് എഴുന്നേറ്റപ്പോൾ, ഉറക്കം തെളിഞ്ഞ് എഴുന്നേറ്റപ്പോൾ തനിക്ക് കിട്ടിയൊരു ഭാര്യ, കർത്താവ് തൻ്റെ ജീവനെ കൊടുത്ത് രക്തം കൊടുത്തിട്ട് 3 ദിവസം കല്ലറയിൽ കിടന്നിട്ട് എഴുന്നേറ്റപ്പോൾ തനിക്ക് കിട്ടിയൊരു മണവാട്ടി, അത് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ തന്നെ. കർത്താവ് പോലും ക്ഷമിക്കുകയല്ലോ കേട്ടോ ഈ സൈസ് ഉപദേശമൊക്കെ പറഞ്ഞാൽ. കർത്താവ് ക്രൂശിൽ മരിച്ചത് ആർക്ക് വേണ്ടിയാ? ഒരു കാന്തയ്ക്ക് വേണ്ടി. പക്ഷേ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയില്ല. ഇസ്രായേൽ ജനം രക്ഷകനാണ് ജനിച്ചത് അന്വേഷിച്ചു വന്നത്. ഇസ്രായേൽ ജനം അന്വേഷിച്ചു വന്ന ഒരു രാജാവിനെയാണ്. അത് യെശയ്യാവ് 11 വായിക്കേ. 9 അതിൻ്റെ കാര്യം പറയുന്നുണ്ട്. അവൻ അത്ഭുത മന്ത്രി, വീരന ദൈവം, ആധിപത്യം അവൻ്റെ തോളിലിരിക്കുന്നൊക്കെ പറയുന്നെങ്കിലും 11 വ്യക്തമായി പറയുന്നത് അവൻ്റെ ഭരണത്തെക്കുറിച്ച്. 31 വരുമ്പോൾ 1000 ആണ്ട് വാഴ്ചയിലെ സംഭവം തന്നെ പറയുന്നുണ്ട്. നീ വചനം ചേർത്ത് പഠിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ വിവരക്കേടെന്ന് പറയാൻ എളുപ്പമുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡ് ഞാൻ പറഞ്ഞത്, തെറ്റ് എന്ന് പറയാൻ 2 അക്ഷരം പഠിച്ചാൽ മതി. പക്ഷെ തെറ്റെന്ന് സമർത്ഥിക്കാൻ വലിയ അറിവ് വേണം ആ വിഷയത്തെക്കുറിച്ച്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഞാൻ ഏറ്റവും ആദ്യം ചോദിച്ചത് മറന്നു പോകരുത്. 2 പേരും അപ്പനും അമ്മയും വിട്ട് പരസ്പരം ഒരു ദേഹമായി തീർന്നിട്ട് വേറെ ഭാര്യയെ കൊടുത്തുന്നു. അടുത്ത വിഷയത്തിലേക്ക് കയറാം. ഞാൻ ഈ വിഷയത്തെക്കുറിച്ചുള്ള ആദ്യത്തെ എപ്പിസോഡ് ഇട്ടപ്പോൾ എഫെസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ ഞാനെടുത്തിട്ട് 29-ാമത്തെ വചനം വരെയുള്ള കാര്യമേ പറഞ്ഞുള്ളൂ. അതിനകത്ത് അത്യാവശ്യം വചനം മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മനസ്സിലായി. കാരണം അവിടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമായിട്ടാണ് സഭയെയും ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. ഒരു ഭാര്യ എങ്ങനെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണമോ അതുപോലെ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കണമെന്നും, ഒരു ഭർത്താവ് എങ്ങനെ ഭാര്യയെ സ്നേഹിക്കണമെന്നോ അതേപോലെ ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നുവെന്നും പറയുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധം എന്താ? ഞാൻ ചോദിക്കട്ടെ, ഈ സഭയും ക്രിസ്തു തമ്മിലുള്ള ബന്ധം പരിചയപ്പെടുത്താൻ ഈ ഒരു കാര്യമേ ഈ ഭാര്യ ഭർത്താവ് ബന്ധം മാത്രമേ കിട്ടുകയുള്ളൂ? വേറെ എന്തൊക്കെ ബന്ധം? അപ്പനും മോനെന്ന് പറയാൻ പാടില്ലായിരുന്നോ? അത് ചോദിക്കാൻ കാരണമുണ്ട്. ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ തനിക്ക് അയൽവക്കത്തെ അച്ചായനെ തൻ്റെ പിതാവിനെ പോലെ സ്നേഹിക്കാം. പക്ഷെ താങ്കളുടെ പിതാവ് പരാതിയൊന്നും പറയത്തില്ല. ഞാനിവിടെ ഉള്ളപ്പോൾ എന്തിനാ അച്ചായനെ പിതാവിനെ പോലെ സ്നേഹിക്കുന്നത്? അതുപോലെ തന്നെ അമ്മയെ സ്നേഹിക്കുന്ന പോലെ തന്നെ അയൽവക്കത്തെ ചേച്ചിയെ നമ്മുടെ സ്വന്തം അമ്മയെ സ്നേഹിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാം. അമ്മയൊന്നും വഴക്ക് പറയത്തില്ല. അങ്ങനെ സ്നേഹിക്കണമെന്നേ പറയത്തുള്ളൂ. സഹോദരങ്ങൾ അതുപോലെ തന്നെ ജ്യേഷ്ഠനായിട്ടോ അനുജനായിട്ടോ സഹോദരിമാരെ അങ്ങനെ തന്നെ അനുജത്തിയായിട്ടോ ചേച്ചിയായിട്ടൊക്കെ അയൽവക്കത്തുള്ളവരെ സ്നേഹിക്കാം. അവരാരും ഒന്നും പറയത്തില്ല. എന്നാൽ അയൽവക്കത്തെ ചേച്ചിയെ ഭാര്യയെ സ്നേഹിക്കുമ്പോൾ സ്നേഹിക്കാവോ? അപ്പോൾ കാണാൻ കഴിയും എന്താന്ന് മനസ്സിലായല്ലോ. പണ്ടിങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ടല്ലോ. കുട്ടിയോട് പറഞ്ഞു, നിൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ നിൻ്റെ അച്ഛൻ, നിൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ നിൻ്റെ അമ്മ, നിൻ്റെ കൂട്ടുകാരൻ്റെ ചേട്ടൻ നിൻ്റെ ചേട്ടൻ, നിൻ്റെ കൂട്ടുകാരൻ്റെ അനിയത്തി നിൻ്റെ അനിയത്തി. അപ്പോൾ അവൻ ചോദിച്ചു, കൂട്ടുകാരൻ്റെ ഭാര്യയോ? അത് മാറി. അപ്പോൾ ഈ ഒരൊറ്റ ചിന്ത മതിയല്ലോ. എന്തിനാണ് ക്രിസ്തു സഭയെ അങ്ങനെ സ്നേഹിച്ചത്? അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ എന്ന് വിശുദ്ധ ബൈബിളിൽ പറയുന്നില്ലേ? കരുണയുടെ കാര്യത്തിൽ ഏറ്റവും ആഴമേറിയ കരുണ അപ്പനുണ്ടാകുന്ന മക്കളോടുണ്ടാകുന്നത്. അതുകൊണ്ടാണ് അത് താരതമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സ്നേഹിക്കണം. അപ്പൻ മക്കളെ സ്നേഹിക്കുന്നത് പോലെ എന്ന് പറയുമായിരുന്നെങ്കിൽ ഞാൻ ഈ ചോദ്യം ചോദിക്കത്തില്ല. കർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് പോലെ കർത്താവ് സഭയെ സ്നേഹിച്ചിട്ട്, സ്വന്തം ശരീരമാകുന്ന സഭയെ സ്നേഹിച്ചിട്ട് ഭാര്യ എടുക്കാൻ വേറെ പോയെന്നാണ്. അത് ഞാൻ ആദ്യം ചോദിച്ചാൽ ഞാൻ ആവർത്തിച്ച് ചോദിക്കുക. അതുകൊണ്ട് അപ്പനും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേർന്ന ആദാമിന് ഹവ്വ ഭാര്യയായിരുന്നു. അവർ 2 പേരും ഒരു ദേഹമായി തീർന്നിട്ട് വേറെ സ്ത്രീയെ കൊണ്ടുമാണ് ഭാര്യയായിട്ട് കൊടുത്തത്. ഞാനത് ആവർത്തിച്ച് ചോദിക്കുന്നത് അതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കാനാണ്. ഇവിടെ അതുപോലെ തന്നെ ക്രിസ്തു സഭയെ, തൻ്റെ ശരീരമാകുന്ന സഭയെ അതുപോലെ സ്നേഹിച്ച് ഒരു ദേഹമായി തീർന്നിട്ട് ഭാര്യയായിട്ട് ഇസ്രായേൽ. അപ്പോൾ ഇത്തരത്തിലുള്ളതായ ഈ അടിസ്ഥാനമില്ലാത്ത ചിന്താഗതിയൊക്കെ കടന്നുകൂടാൻ കാരണം അടിസ്ഥാനമില്ലാത്ത വചനം പഠിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാനിത് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ കാര്യം മനസ്സിലായി കാണും. പറയാൻ ഒത്തിരി ആശയമൊക്കെ ഉണ്ട്.
എന്തിനാ പറയുന്നത്? അതുകൊണ്ട് ഈ വിവരണത്തോടു കൂടി ഈ വിഷയത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ എന്തെല്ലാം കമൻറ്റ് വന്നാലും ഈ വിവരണത്തോടു കൂടി തീരുകയാണ്. കാരണം ഇതിൻ്റെ ഒന്നും പുറകെ പോകാൻ സമയമില്ല. മനസ്സിലാകേണ്ടവർക്കും മനസ്സിലാകുന്നുണ്ട്, പഠിക്കുന്നവരുണ്ട്, ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് ഇപ്പം തന്നെ തലമുണ്ടേ കീറിക്കഴിഞ്ഞു. ആദാമിൻ്റെയും ഹൗവയുടെയും കാര്യം പറഞ്ഞപ്പോൾ തന്നെ തലമുണ്ടേ കീറിക്കഴിഞ്ഞു. പക്ഷെ അഴിയാൻ പാടാണ്. അതിൻ്റെ കാരണമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്ര ലക്ഷം രൂപ മുടക്കി വേണം നമ്മൾ ഹൃദയം മാറ്റിവെക്കാൻ തയ്യാറാണ്. പക്ഷേ ഹൃദയത്തിൽ കയറിക്കൂടിയ ഒരു ആശയം മാറ്റിവെക്കാൻ ആരും തയ്യാറല്ല. എത്ര വചനങ്ങൾ വെളിപ്പെട്ടാലും തയ്യാറല്ല. പക്ഷെ സത്യാന്വേഷകരായ ചിലരുണ്ട്, അവർക്ക് അത് കേൾക്കുമ്പോൾ അത് മനസ്സിലാകും. അപ്പോൾ അതവർ അംഗീകരിക്കും. അപ്പോൾ അതുകൊണ്ട് പറയുന്നു, ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ അത് സമർത്ഥിക്കാതിരുന്നതിൻ്റെ കാരണം അത്യാവശ്യം കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലാത്തവർക്ക് വേണ്ടി ഈ കമൻറ്റും കൂടെ വന്നിട്ട് ഇടാൻ വേണ്ടിയാണ് ഇരുന്നത്. അപ്പോൾ കമൻറ്റിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് വിവരിച്ച് കഴിഞ്ഞു. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ, പഠിക്കുന്നവർ പഠിക്കട്ടെ. ഇനി വേറിട്ട ചിന്തയുടെ പുതിയ ഒരു ചിന്ത വിഷയമായിട്ട് നമുക്ക് കൂടിക്കാണാം. അതുവരെ ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വന്ദനം നേർന്നുകൊണ്ട് ഞാൻ ഈ വാക്കുകളുടെ ഉപസംഹരിക്കുന്നു.